ഹലോ വെൽക്കം ടു ഹെസ്സാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫുൾ വീഡിയോ തന്നെ കാണുക. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഐബെല്ലിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആമസോണിൽ നിന്നിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓർഡർ ചെയ്ത് സെക്കൻഡ് ഡേ തന്നെ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഡെലിവറി ചാർജ് ഒന്നും അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ കുറേ റിവ്യൂസ് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു 3 ലിറ്ററിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. റേറ്റ് ഏകദേശം 5000 രൂപയാണ് വരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെ പാക്കിംഗ് എല്ലാം സൂപ്പർ തന്നെ ആയിരുന്നു. ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാൻ തന്നെ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിലെല്ലാം തെർമോക്കോളും അങ്ങനെയൊക്കെ എല്ലാം ചെയ്തിട്ടാണ് അവർ അയച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയ ഈ പ്രൊഡക്റ്റിന് ഡാമേജ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇവരും ബുക്ക്ലെറ്റും അതേപോലെ തന്നെ വാറൻറ്റിയുടെ പേപ്പറും എല്ലാം തന്നെ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ പാക്കിംഗ് സൂപ്പറാണ്. പിന്നെ ഇത് അധികം വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്സിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനത്തെ സ്റ്റാൻഡ് മിക്സറിൻ്റെ കളക്ഷൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഹാൻഡ് മിക്സറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഹാൻഡ് മിക്സർ ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് കേടന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു സ്റ്റാൻഡ് മിക്സർ വാങ്ങിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഐബെല്ലിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഈ സ്റ്റാൻഡ് മിക്സറിനെ പറ്റി പറയാം. ഇതിന് 2 നോബാണ് വരുന്നത്. ഒന്ന് പുഷ് നോബ്, അതേപോലെ തന്നെ ഒരു കൺട്രോൾ നോബാണ് വരുന്നത്. ഈ പുഷ് നോബ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷൻ പൊക്കുന്നതും താഴ്ത്തുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ പുഷ് നോബ് പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മളെ മുകൾ ഭാഗം പൊങ്ങി വരും. അപ്പോൾ അതിലോട്ടാണ് നമ്മളുടെ ഓരോ ബ്ലേഡും മാറ്റിയിടാൻ വെക്കുന്നത്. അപ്പോൾ ഇതിൽ 3 ബ്ലേഡാണ് വരുന്നത്. ഓരോ ബ്ലേഡിനും പല യൂസസാണ് വരുന്നത്. ഒരു ബ്ലേഡ് യൂസ് ചെയ്യുന്നത് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ, പിന്നെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്, പിന്നെ വേറെ ഒന്ന് മാവ് കുഴക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ബ്ലേഡ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 3 ലിറ്ററിൻ്റെ ബൗളാണ്. ബൗളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബൗളാണ്. ഈ ബൗൾ അതിൽ ഫിക്സ് ചെയ്യണതിനും ഒരു മെത്തേഡ് ഉണ്ട്. ഒന്ന് റൈറ്റിലോട്ട് തിരിച്ചാൽ അത് ലോക്കായി കിട്ടും. അവിടെ അതിൻ്റെ ഡയറക്ഷനും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ 3 ബ്ലേഡിൻ്റെ കൂടെ തന്നെ ഒരു മിക്സിംഗ് സ്പാച്ചിലും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ പിന്നാണ് 2 പിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്ലേഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് എഗ് ബീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാത്തിനും തന്നെ പുഷ് നോബ് പ്രസ് ചെയ്യുക, അപ്പോഴാണത് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. ഈ ബ്ലേഡ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബൾബ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അതേപോലെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ബൾബ് മുകളിലോട്ടായിട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ലോക്കായി കിട്ടും. അങ്ങനെയാണ് ഓരോ വർക്കിംഗ് ബ്ലേഡും ചേഞ്ച് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് 2 പിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ കണക്ട് ചെയ്യാൻ 3 പിന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഏതോ ഒരു ഇലക്ട്രിക് ഐറ്റംസ് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ബുക്ക് ലീഫ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കാൻ നോക്കുക. ഈ കാണുന്ന നോബാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഓരോ ബ്ലേഡും ഏതൊക്കെ സ്പീഡിലാണ് ഇടേണ്ടതെന്നൊക്കെ ആ ബുക്ക്ലെറ്റിൽ എഴുതി തന്നിട്ടുണ്ട്. ഇതിന് 6 സ്പീഡ് വരെയാണ് അവർ തന്നിട്ടുള്ളത്. പിന്നെ കുറേ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സൗണ്ടാണ് ഈ എഗ് ബീറ്റർ ഉണ്ടാക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഹാൻഡ് മിക്സറിൻ്റെ പോലെയുള്ള ഒരു സൗണ്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് 1 വർഷത്തെ വാറൻറ്റിയും കൂടിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞങ്ങൾ വേറെ ബ്ലേഡ് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ബ്ലേഡാണ് മിക്സിംഗ് ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്താ പറയുക, കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതിനു ശേഷം മിക്സ് ചെയ്യുന്ന ഒരു ബ്ലേഡാണ്. ഇതിനും ഓരോന്നിൻ്റെ ആയിട്ടുള്ള സ്പീഡും അതേപോലെ തന്നെ എത്ര മിനിറ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ ബുക്ക്ലെറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് യൂസ് ചെയ്യാനായിട്ട് മുമ്പ് ആ ബുക്ക്ലെറ്റ് വായിച്ചതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ബ്ലേഡും ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ആദ്യം മുകളിലായിട്ടായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ജസ്റ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഊരി പോരും. അതേപോലെ തന്നെ ഫിക്സ് ചെയ്യാനും എളുപ്പമാണ്.
ഈ കാണുന്നതാണ് അതിൻ്റെ ലിഡ്. അപ്പോൾ അവസാനമാണ് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാവ് കുഴക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ് ചെയ്യുന്ന ടൈമിൽ പുറത്തോട്ട് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലിഡിൻ്റെ മുകൾ വശത്തായിട്ട് തന്നെ നമുക്ക് മിക്സി അടച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോളിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഞങ്ങൾ ലിഡ് ഫിക്സ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി, എല്ലാം ഓക്കെ ആയിട്ട് തന്നെ തോന്നിയത്. ഐബെല്ലിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ അടിപൊളിയായിട്ട് തന്നെ തോന്നി. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. പിന്നെ ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം. ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ റേറ്റ് ആവും. ഞങ്ങൾ ഐബെല്ലിൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റാണ് ഈ ഒരു സ്റ്റാൻഡ് മിക്സറായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങൾ മുമ്പ് ഐബെല്ലിൻ്റെ ഇൻഡക്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2.5 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവർ വാറൻറ്റി പേപ്പറൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അടിപൊളി പ്രൊഡക്റ്റാണ്. ഈ ഒരു ബുക്ക്ലെറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം എഴുതി തന്നിട്ടുണ്ട്. പുതിയ സ്റ്റാൻഡ് മിക്സർ വാങ്ങിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.